Hi all, we are moving to the next module, discipline and grievance management. Here we are going to discuss what is discipline, what are the codes of this, what do you mean by code of discipline, what is the remedies for disputes or indiscipline, or what are the causes of indiscipline, and some approaches and principles, procedures for a disciplinary action. അങ്ങനെ ഡിസിപ്ലിനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട് വാട്ട് ഈസ് ഗ്രീവൻസ്, വാട്ട് ആർ ദ നേച്ചർ ഓഫ് ഗ്രീവൻസ്, വാട്ട് ആർ ദ കോസ് ഓഫ് ഗ്രീവൻസ്, അങ്ങനെ തുടങ്ങി ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ഗ്രീവൻസ് മെഷീനറി, ഗ്രീവൻസ് പ്രൊസീജിയർ, ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ let me want to show what is discipline and ഗ്രീവൻസ്. അതിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ഡിസിപ്ലിനാണ്. 2 സെക്ഷനായിട്ടാണ്. ഡിസിപ്ലിൻ എന്താണ് ആൻഡ് സെക്കൻഡ് വൺ ഗ്രീവൻസ് എന്താണ്. ഓക്കെ, എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? ഡിസിപ്ലിൻ അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിലും ഒരു ഓർഗനൈസേഷൻ ആയാലും ശരി, ഒരു കോളേജ് ആയാലും ശരി, നമ്മളൊരു വീട്ടിലായാലും ശരി, ഡിസിപ്ലിൻ ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ ഹെൽത്തി അറ്റ്മോസ്ഫിയർ, അല്ലേ? ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ആ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാവണമെങ്കിൽ, അതല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഗോൾസ് നമ്മൾ പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ ഹെൽത്തി, അല്ലെങ്കിൽ ദർ ഷുഡ് ബി എ പ്രോപ്പർ ഡിസിപ്ലിൻ. So discipline is very essential for the healthy industrial atmosphere. Okay, so എന്താണ് ഡിസിപ്ലിൻ? ഡിസിപ്ലിന് വേണമെങ്കിൽ നമുക്ക് പല മീനിങ് കൊടുക്കാം, പല രീതിയിൽ നമുക്ക് പറയാം. അതിന് മുന്നേ ഡിസിപ്ലിനും ഗ്രീവൻസും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഡിസിപ്ലിൻ ഈസ് ദ മാനേജ്മെൻറ്റ്സ് കംപ്ലയിൻറ്റ് എഗെയിൻസ്റ്റ് എൻ എംപ്ലോയി ആൻഡ് ഗ്രീവൻസ് ഈസ് എൻ എംപ്ലോയീസ് കംപ്ലയിൻറ്റ് എഗെയിൻസ്റ്റ് മാനേജ്മെൻറ്റ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മാനേജ്മെൻറ്റിന് എംപ്ലോയീസിന് മേലെ കൊടുക്കുന്ന ഒരു കംപ്ലയിൻ്റായിട്ടോ അല്ലെങ്കിൽ പ്രഷറായിട്ടോ നമുക്ക് ഡിസിപ്ലിനെ കാണാം. ഗ്രീവൻസ് എന്ന് പറയുമ്പോൾ പരാതിയാണല്ലോ. പരാതി എങ്ങനെയാണ് ഉണ്ടാവുക? തിരിച്ചാണ് ഉണ്ടാവുക. ഡിസിപ്ലിൻ എപ്പോഴും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും. ഡിസിപ്ലിൻ ഇപ്പോൾ കോളേജിൽ ഡിസിപ്ലിൻ നോക്കുന്നതും കണ്ടക്ട് ചെയ്യുന്നതും ഒക്കെ ആരായിരിക്കും? ഡിസിപ്ലിൻ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് എന്തായാലും സ്റ്റുഡൻസ് അല്ലല്ലോ. സ്റ്റുഡൻസിൻ്റെ മുകളിൽ അത് ഇമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതേപോലെ ഒരു ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മാനേജ്മെൻ്റ് ആണ്, എന്ന് വെച്ചാൽ ഹയർ അതോറിറ്റിയാണ് ആ ഡിസിപ്ലിൻ എന്താക്കുന്നത്. ആരുടെ മുകളിലായിരിക്കും? വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുമായിരിക്കും. സോ മാനേജ്മെൻറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്, എംപ്ലോയീസിനെ കുറിച്ചുള്ള മാനേജ്മെൻറ്റിൻ്റെ കംപ്ലയിൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയാം. ഗ്രീവൻസ് എന്ന് പറയുമ്പോൾ പരാതിയാണ്. പരാതികൾ ഉണ്ടാവുക. ഇപ്പോൾ കോളേജിലാണെങ്കിൽ സ്റ്റുഡൻസ് ആരോട് പരാതി പറയും? ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനോട് പരാതി പറയും. ഓക്കെ, പരാതി തിരിച്ച് ഇങ്ങോട്ട് പറയില്ലല്ലോ. അപ്പോൾ കംപ്ലയിൻ്റ് എന്ന് ഗ്രീവൻസ് എന്ന് പറയുന്നത് കംപ്ലയിൻ്റ് ആരിൽ നിന്ന് ആരിലേക്കായിരിക്കും? എംപ്ലോയിയിൽ നിന്ന് മാനേജ്മെൻറ്റിലേക്ക്, ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക്. എംപ്ലോയീസ് വർക്കേഴ്സിൽ നിന്ന് വർക്കേഴ്സ് കംപ്ലയിൻറ്റ് എഗെയിൻസ്റ്റ് മാനേജിനെ കുറിച്ചുള്ള കംപ്ലയിൻ്റ് ആണ് സാധാരണ ഗ്രീവൻസ് ആയിട്ട് വരില്ല. സോ അതൊന്ന് ഓർത്ത് വെക്കുക. ഡിസിപ്ലിനും ഗ്രീവൻസും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഇത്. ദെൻ വാട്ട് ഈസ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ട്രെയിനിങ് എ വർക്കർ സോ ദാറ്റ് ടു ഡെവലപ്പ് സെൽഫ് കൺട്രോൾ ആൻഡ് ബിക്കം മോർ എഫിഷ്യൻറ്റ് ഇൻ ഹിസ് ടാസ്ക് ഓർ വർക്ക്. ഇപ്പോൾ വർക്കേഴ്സിന് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്യണം. കൃത്യമായ നല്ല പ്രോപ്പർ ഡിസിപ്ലിനോടുകൂടെ വീട്ടിൽ തന്നെ നമ്മൾ കുട്ടികളെ വളർത്തുക, അല്ലെങ്കിൽ കോളേജിൽ സ്റ്റുഡൻസിനെ ഡിസിപ്ലിനിലൂടെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വർക്കേഴ്സ് ആയാലും ഓർഗനൈസേഷൻ ആകുമ്പോൾ വർക്കേഴ്സ് ആവും, കോളേജ് ആകുമ്പോൾ സ്റ്റുഡൻസ് ആവും, വീട്ടിലാകുമ്പോൾ നമ്മുടെ ചിൽഡ്രൻ ആവും. ഇവരെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. സെൽഫ് കൺട്രോളും അല്ലെങ്കിൽ മോർ എഫിഷ്യൻ്റ് ആയിട്ട് അവരുടെ ജോലിയിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ മോർ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതല്ലെങ്കിൽ എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ദ കണ്ടീഷനിങ് ഓർ മൊഡ്യൂളിംഗ് ഓഫ് ദ ഫ്യൂച്ചർ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് ബൈ ദ ഓഫർ ഓഫ് റിവാർഡ്സ് ആൻഡ് പെനാൽറ്റീസ്.
എംപ്ലോയീസിന് ഫ്യൂച്ചർ ബിഹേവിയർ അവരെ മൊഡ്യൂൾ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യാണ്. ആക്ച്വലി അവരെ ഡെവലപ്പ് ചെയ്യാണ്, അവരെ കണ്ടീഷൻ ചെയ്യുകയാണ്. എങ്ങനെയാണ് ആ കണ്ടീഷൻ ചെയ്യുന്നത്? അവരുടെ ബിഹേവിയറാണ് കണ്ടീഷൻ ചെയ്യുന്നത്, ബിഹേവിയറാണ് നമ്മൾ മൊഡ്യൂൾ ചെയ്യുന്നത്. ഏതിലൂടെയാണ് ബിഹേവിയർ മൊഡ്യൂൾ ചെയ്യുന്നത്? പെനാൽറ്റീസ്, അവരെ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ഫൈനും പെനാൽറ്റികളും കൊടുത്തിട്ടാവാം. അതല്ലെങ്കിൽ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ റിവാർഡ്സ് ഓഫർ ചെയ്ത് കഴിഞ്ഞാലും ആളുകൾ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിതരാവും. ഓക്കെ, അപ്പോൾ അതേപോലെ എംപ്ലോയീസ്, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് അവരുടെ ഫ്യൂച്ചർ ബിഹേവിയർ മൊഡ്യൂൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഡിസിപ്ലിൻ. അത് ചെയ്യുന്നത് ആക്ച്വലി എന്ത് രീതിയിലാവാം? ഒന്നുകിൽ റിവാർഡ്സ് കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ പെനാൽറ്റി. നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ്സ് കൊടുക്കും, ഫെയിലിയറായിട്ട് ഇൻഡിസിപ്ലിനായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറയാം. നെക്സ്റ്റ്, discipline is the process whereby management takes steps to help an employee overcome unacceptable behavior problems in the workplace. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബിഹേവിയർ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വർക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ചില മാന്യമായ ബിഹേവിയർ ഉണ്ട്. അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ അത് വർക്ക് പ്ലേസിൽ എന്തായാലും വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ്. വർക്ക് പ്ലേസിൽ ഇങ്ങനെ അൺബിഹേവിയർ ആയിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ എന്തായാലും വർക്ക് പ്ലേസിൽ പ്രോബ്ലം ഉണ്ടാക്കുമല്ലോ. ആ പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എടുക്കുന്ന സ്റ്റെപ്സിനെ നമുക്ക് എന്ത് പറയാം? ഡിസിപ്ലിൻ എന്ന് പറയാം. അപ്പോൾ കോളേജിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കോളേജിൽ അതോറിറ്റീസ് എടുക്കുന്ന സ്റ്റെപ്സിനെ നമുക്ക് എന്ത് പറയാം? ഡിസിപ്ലിൻ എന്ന് പറയാം. ഓക്കെ, ഒരു ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. എന്തിന്? ടു ഓവർകം ദ അൺആക്സെപ്റ്റബിൾ ബിഹേവിയർ പ്രോബ്ലംസ് ഇൻ ദ വർക്ക് പ്ലേസ്. ഓക്കെ, ഇങ്ങനെ മീനിങ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുള്ള എന്ത് മീനിങ്ങും, അതിപ്പോൾ 3 മീനിങ് രീതിയിൽ ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഡിസിപ്ലിനാണ്. സോ ലെറ്റ്സ് ഗോസ് ടു ദ ഡെഫിനിഷൻ. ബ്രംലെറ്റ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്തുള്ള ഡെഫിനിഷനാണ്: ഡിസിപ്ലിൻ ഡസ് നോട്ട് മീൻ എ സ്ട്രിക്റ്റ് ആൻഡ് ടെക്നിക്കൽ ഒബ്സർവൻസ് ഓഫ് റിജിഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരു റിജിഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് സിംപ്ലി മീൻസ് വർക്കിംഗ്, കോപ്പറേഷൻ and behaving in a normal and orderly way as any responsible person would expect an employee to do. ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി എങ്ങനെ പെരുമാറണം, മാന്യമായ രീതിയിൽ എങ്ങനെ പെരുമാറണം എന്ന് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു ബിഹേവിയർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ടീച്ചേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പെരുമാറ്റ ചട്ടങ്ങളുണ്ട്. ആക്ച്വലി ദാറ്റ് ഈസ് കോൾഡ് ഡിസിപ്ലിൻ. അതല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ ഒബ്സർവൻസ് അല്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊന്നും നോക്കുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവൻസിനെ അല്ല ഡിസിപ്ലിൻ എന്ന് ബ്രംലെറ്റ് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സിംപ്ലി മീൻസ് വർക്കിംഗ്, കോപ്പറേറ്റിംഗ് ആൻഡ് ബിഹേവിങ്. എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കോപ്പറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇൻ എ നോർമൽ ആൻഡ് ഓർഡർലി വേ. സാധാരണ മാന്യമായ രീതിയിൽ പെരുമാറുക, മാന്യമായ രീതിയിൽ വർക്ക് ചെയ്യുക, മാന്യമായ രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുക. മാന്യത എന്ന് പറയുന്നത് ആസ് എനി റെസ്പോൺസിബിൾ പേഴ്സൺ വുഡ് എക്സ്പെക്റ്റ് ആൻ എംപ്ലോയി ടു ഡു. ഒരു എംപ്ലോയി ചെയ്യും എന്ന് നമ്മൾ നല്ല രീതിയിൽ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാന്യമായ രീതിയിലുള്ള ബിഹേവിയറിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെഫിനേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മീനിങ്ങും ആക്ച്വലി വാട്ട് ഈസ് ഡിസിപ്ലിൻ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി 2 രീതിയിലുള്ള ഡിസിപ്ലിൻ ഉണ്ട്. പോസിറ്റീവ് ഡിസിപ്ലിനും ഉണ്ട്, നെഗറ്റീവ് ഡിസിപ്ലിൻസും ഉണ്ട്. എന്തായിരിക്കും പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ വേർഡിൽ തന്നെ ഉണ്ട് 2 കൺസെപ്റ്റാണ്. നെഗറ്റീവ് എന്താണെന്ന് നോക്കുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ
നെഗറ്റീവ് അപ്രോച്ച് ടു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റാണ് ആൻഡ് ഇറ്റ്സ് ഐഡൻറ്റിഫൈഡ് വിത്ത് എൻഷുറിങ് ദാറ്റ് സബോർഡിനേറ്റ്സ് അഡ്ഹിയർ സ്ട്രിക്ട്ലി ടു ദ റൂൾസ് ആൻഡ് പണിഷ്മെൻറ്റ് ഈസ് മെറ്റഡ് ഔട്ട് ഇൻ ദ ഇവൻറ്റ്സ് ഓഫ് ഇൻഡിസിപ്ലിൻ. എന്ന് വെച്ചാൽ നെഗറ്റീവ് ആൻഡ് അതിൻ്റെ വേർഡ് തന്നെ ഉണ്ട്. നെഗറ്റീവ് അപ്രോച്ച് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസിപ്ലിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എംപ്ലോയീസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇൻഡിസിപ്ലിനറി ആക്ഷൻസ് എന്തെങ്കിലും എംപ്ലോയിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു മെത്തേഡാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ റൂൾസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് പെനാൽറ്റീസ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് അവർക്ക് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് അപ്രോച്ച് ടു ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റാണ് ആക്ച്വലി. ഓക്കെ, സാധാരണ ഇത് ഓർഗനൈസേഷനിൽ അൺസ്കിൽഡ് അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടാവുന്ന സ്ഥലത്താണ് ഈ പറയുന്ന രീതിയിലുള്ള കൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നത്. കാരണം അവരെ പേടിപ്പിച്ച് നിർത്തിയിട്ട്, കാരണം ഇല്ലിറ്ററേറ്റ് അല്ലെങ്കിൽ അൺസ്കിൽഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പേടിപ്പിച്ച് നിർത്താൻ എളുപ്പമാണ്, അവർ തിരിച്ചൊന്നും പ്രതികരിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് സാധാരണ ഈ നെഗറ്റീവ് അപ്രോച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈ പോസിറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഡിസിപ്ലിൻ ഇംപ്ലൈസ് എ സെൻസ് ഓഫ് ഡ്യൂട്ടി ടു ഒബ്സർവ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സെൽഫ് ഡിസിപ്ലിൻ എന്നാണ് അതിൻ്റെ പ്രത്യേകത. നെഗറ്റീവ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ നെഗറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫായിട്ട് വരുന്നതല്ല, അത് അവരെ മേലെ ഇമ്പോസ് ചെയ്യുന്നതാണ്. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനോടുകൂടെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ ബിഹേവ് ചെയ്യണം എന്ന് സ്വയം ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ അവരുടെ മുകളിൽ അവർക്ക് അങ്ങനെ ഒരു സെൻസ് ഓഫ് ഡ്യൂട്ടി അവരുടെ മേലെ ഇംപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് ഡിസിപ്ലിനിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓരോരുത്തരും സെൽഫായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കും, സ്വന്തം ഡിസിപ്ലിൻ ആവും. അതുകൊണ്ടാണ് ഇതിന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ഈസ് ഓൾസോ കോൾഡ് സെൽഫ് ഡിസിപ്ലിൻ. ഓക്കെ, ഇനി വാട്ട് യു മീൻ ബൈ കോഡ് ഓഫ് ഡിസിപ്ലിൻ? കോഡ് ഓഫ് ഡിസിപ്ലിൻ ഡിഫൈൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയേഴ്സും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെയാണ് എന്ന് പറയുന്നത് കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ശരിക്കും ആക്ച്വലി കോഡ് ഓഫ് ഡിസിപ്ലിൻ ഫോം ദ ഗാന്ധിയൻ അപ്രോച്ച് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻ ടു ബൈൻഡ് എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ടു എ മോറൽ എഗ്രിമെൻറ്റ് ഫോർ പ്രൊമോട്ടിംഗ് പീസ് ആൻഡ് ഹാർമണി. പരസ്പരമുള്ള ഏകീകരണവും സമാധാനവും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എംപ്ലോയേഴ്സും ട്രേഡ് യൂണിയൻസും എടുക്കുന്ന ഒരു ഗാന്ധിയൻ അപ്രോച്ചിനെയാണ് നമ്മൾ കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ഗുൽജാരിലാൽ നന്ദയാണ്. യൂണിയൻ ലേബർ മിനിസ്റ്റർ ആയിരുന്നു. 97 to 98 വരെ ലേബർ മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ആക്ച്വലി ഒരു ട്രൂ ഗാന്ധിയനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഗാന്ധിയൻ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിഫൈൻസ് ഡ്യൂട്ടീസ്, ഓരോരുത്തരും വർക്ക് ചെയ്യേണ്ടത് എന്തെങ്ങനെയാണ്, ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണ്, ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരമുള്ളൊരു എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ സമാധാനം ആൻഡ് പീസ് ആൻഡ് ഹാർമണി അത് പ്രൊമോട്ട് ചെയ്യാനാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഡ് ഓഫ് ഡിസിപ്ലിൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ സെൻഡ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ഡിസിപ്ലിൻ and what is the meaning of discipline, what is the definition of discipline, and what are the types of discipline, and what is code of discipline. Okay, for any doubts you have to clear it. ഒരുപാട് നാളത്തേക്കൊന്നും വെക്കരുത്. അന്നന്ന് ഇടുന്ന വീഡിയോസ് അന്നന്ന് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നോട്ട് ചെയ്യുക. സോ യു ഹാവ് ടു കമൻറ്റ് ദ വേർഡ് comment the word who define the discipline. ഡിസിപ്ലിൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്തത് ആരാണോ അയാളുടെ പേര് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.